നിതിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി വെണ്ടയ്ക്ക കറിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. തേങ്ങയൊന്നും അരയ്ക്കാത്ത എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കഷണം പുളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാനായി വയ്ക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 12 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കട്ട് ചെയ്ത് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറിക്കിട്ടും. കൂടാതെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 10 മണി ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള സ്ലൈസ് ചെയ്തതും 8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാം കൂടി നല്ലതുപോലെ വഴണ്ട് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. പൊടികളും നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ശേഷം ഇതൊന്ന് മൂടി വച്ച് തക്കാളി സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വച്ച് നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന വെണ്ടയ്ക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാനിട്ടിരുന്ന പുളി പിഴിഞ്ഞ് 2 കപ്പ് വെള്ളമുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലതുപോലെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കറിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിരുന്നില്ല. അതുകൊണ്ട് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി കറി തിളച്ച് വന്നാൽ ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയപ്പോഴേക്കും കറിയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കഷണം ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇതിനി തുറന്ന് വെച്ച് ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം കറിയിലെ വെള്ളമൊക്കെ വറ്റി ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.